ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഇതുവരെയും നീറ്റ് 2025 വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങാത്ത, മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന, ഇനി ഒരു 70 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഒരുപാട് പെൻഡിങ് ഉണ്ട്, ഇങ്ങനെ കുറേ ടെൻഷൻസും കാര്യങ്ങളുമായിട്ട് വെറുതെ ടൈം കളയുന്ന കുറച്ച് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയൊരു നമുക്ക് 2 മന്ത്സ് കൂട്ടുക. 2 മന്ത്സ് നമുക്കുണ്ടല്ലോ. ഈ 2 മന്ത്സ് കൊണ്ട് അത്യാവശ്യം കൺസെപ്റ്റും ബാക്കി ക്വസ്റ്റ്യൻസും വെച്ചിട്ട് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പ്ലാനാണ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സയൻസിലെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് LMRP വീക്ക്ലി എക്സാംസ് നടക്കുന്നതുകൊണ്ട് സൺഡേസിലെ എക്സാംസിന് വേണ്ടിയുള്ള പോർഷൻസാണ് ഇപ്പം മൺഡേ ടു ഫ്രൈഡേ ഞാൻ പഠിക്കുന്നത്. സോ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ആ ചാപ്റ്റേഴ്സ് അത്രയും പഠിക്കുന്നു, സാറ്റർഡേ റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഈ സൺഡേയിലെ എക്സാമിന് നമുക്ക് 8 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. സോ ഞാൻ എല്ലാ ദിവസവും 2 ചാപ്റ്റർ വെച്ച് 4 ദിവസം കൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത 2 ദിവസം റിവൈസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ദിവസം നമുക്ക് തേഴ്സ്ഡേ കൊണ്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. എന്നിട്ട് ഫ്രൈഡേ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ 2 ചാപ്റ്ററോ നമുക്ക് പെൻഡിങ് ഉള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും 2 പഠിക്കാം. സോ സാറ്റർഡേ വന്നിട്ട് നമ്മൾ പഠിച്ച നമുക്ക് സൺഡേ എക്സാമിൻ്റെ പോർഷൻസ് അത്രയും റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സൺഡേ മോർണിംഗും നമുക്ക് ഉച്ചയ്ക്കാണല്ലോ എക്സാം. സോ സൺഡേ മോർണിംഗ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ആൻഡ് ഇപ്പം കുറേ പേര് പറയുന്നുണ്ടാവും, എനിക്ക് കുറേ ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്, നേരത്തെ മൊഡ്യൂൾസൊക്കെ പെൻഡിങ് ഉണ്ട്, സോ ഞാൻ എങ്ങനെ അത് കവറപ്പ് ചെയ്യാം. അങ്ങനെയുള്ളവരോട് ഇപ്പം നിങ്ങൾ ഇനിയുള്ള ഈ ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു മൊഡ്യൂൾസ്, ആ ഒരു ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ അപ്പം പഠിച്ചു പോവുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടും. ഇപ്പോൾ ചിലപ്പം നിങ്ങൾ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ആ പെൻഡിങ് ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് 2 ചാപ്റ്ററോ 1 ചാപ്റ്ററോ എല്ലാം വെച്ച് ഇങ്ങനെ പഠിച്ച് തീർക്കുക. ഏകദേശം ഒരു ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പോർഷൻസും കൺസെപ്റ്റ്സും എല്ലാം ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് ഏപ്രിൽ ഫുള്ള് നിങ്ങൾ PYQs വർക്കൗട്ട് ചെയ്യുക. പിന്നെ സൈലം സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ്, നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാവോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചു, കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരെ, എന്തിനാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സാം എഴുതാൻ നേരത്തെ നമുക്ക് 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും. അപ്പം അത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കത് ക്ലിയർ ആയി കിട്ടും. സോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺസെപ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ചിലരുണ്ടെങ്കിൽ ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരെ, PYQs മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരെ എന്ന്. അങ്ങനല്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം. ബിക്കോസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൺസെപ്റ്റ് അറിയാണ്ട് വെറുതെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരത്തില്ല. സോ കൺസെപ്റ്റും അറിയണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. പറഞ്ഞൊരു പാറ്റേൺ നിങ്ങളൊരു 1 വീക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് ഫോളോ ചെയ്തോ. അതാകുമ്പോഴത്തേക്കും ഒരു 1 മന്ത് കൊണ്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഏകദേശം കവറപ്പ് ആവും. പിന്നെ 1 മന്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഒരു ലാപ്പ് ഉണ്ടല്ലോ, ലാസ്റ്റ് ലാപ്പിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആൻഡ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീക്ക്ലി എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ആ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ പോർഷൻസ് കവറപ്പ് ചെയ്ത് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെൻഡിങ് ഉള്ള ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് കവർ ചെയ്ത് ഒരു 1 മന്ത് കൊണ്ട് തന്നെ ഫുള്ള് കൺസെപ്റ്റ് കംപ്ലീറ്റ് ആക്കുന്ന രീതിക്ക് പഠിച്ചു പോവുക. എന്നിട്ട് ഫുള്ള് PYQs ചെയ്യുക എന്നും പറഞ്ഞ് നിങ്ങൾ കൺസെപ്റ്റ് മാത്രം പഠിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ PYQsഉം പിന്നെ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്ത് തന്നെ പോകണം. അപ്പോഴേ നമുക്കത് ക്ലിയർ ആവത്തുള്ളൂ. അതേ നമ്മൾ ഈ കൺസെപ്റ്റ് മാത്രം പഠിച്ചിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരത്തില്ല. സോ കൺസെപ്റ്റും പഠിക്കുക, ക്വസ്റ്റ്യൻസും ചെയ്യാം.
ഈ ഒരു ഇത് തന്നെ നമ്മൾ ഒരു 2 months ചെയ്ത് ഒരു മെയ് ആകുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊരു ഇത് വരും. എങ്ങനെ പോയാലും ഒരു 600+ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഈ വീക്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈ വീക്കിൽ 8 ചാപ്റ്ററാണുള്ളത്. ബോട്ടണി 2 ചാപ്റ്റർ, സുവോളജി 2 ചാപ്റ്റർ, കെമിസ്ട്രി 2 ചാപ്റ്റർ, ഫിസിക്സ് 2 ചാപ്റ്റർ. സോ നിങ്ങൾ ഒരു ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബയോളജിയിലെ ഒരു ബോട്ടണിയോ ഒരു സുവോളജിയോ ചാപ്റ്റർ മിക്സ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബയോളജി ചാപ്റ്റർ മിക്സ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ദിവസം കൊണ്ട് 8 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഉള്ള ഒരു ദിവസം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെൻഡിങ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് സാറ്റർഡേ ഫുൾ ഇരുന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. സൺഡേയും ഫുള്ള് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. ബിക്കോസ് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ഞാൻ കുറച്ച് 3 year ആയിട്ട് ഞാനൊന്നും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, 3 year ആയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്, പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല, ഫുള്ള് പോകുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് വന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ നിങ്ങൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 600+ എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസെപ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല രീതിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ ഇനി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.